കുട്ടനാട് FM 90.0 ഇനി വെള്ളാനിക്കര കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഫ്രൂട്ട്സ് ക്രോപ്സ് റിസർച്ച് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി CP സഫീറ ചെറിപ്പഴം സംസ്കരിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് വീട്ടിൽ എങ്ങനെ ചെറിപ്പഴം സംസ്കരിച്ചെടുക്കാം എന്നതിനെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. കൃഷിയിലും ഉദ്യാന പരിപാലനത്തിലും ഏറെ താല്പര്യമുള്ള മലയാളികൾ വീടിനു മുൻവശത്ത് മറ്റു പൂച്ചെടികൾക്കൊപ്പം വളർത്താൻ താല്പര്യപ്പെടുന്ന ഒന്നാണ് ചെറി എന്ന് പൊതുവെ അറിയപ്പെടുന്ന കരോണ്ടാപ്പഴം. അപ്പോസയനേസിയെ കുടുംബത്തിൽപ്പെട്ട ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം കാരിസ കരോണ്ട എന്നാണ്. എപ്പോഴും പച്ചപ്പ് നിലനിർത്തുന്ന ഈ ചെടിയിലുണ്ടാകുന്ന പൂക്കൾ മനോഹരമാണ്. കൂടാതെ പൂവ് കൊഴിഞ്ഞുണ്ടാകുന്ന മൂത്തുപഴുത്ത കായ്കൾ കാഴ്ചയിൽ അതീവ മനോഹരവും ആണ്. എന്നാൽ മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് ഇവ പറിച്ചെടുത്ത് നേരിട്ട് കഴിക്കുമ്പോൾ ഒട്ടും തന്നെ രുചികരമല്ല എന്നതാണ് വാസ്തവം. ശരിയായ സംസ്കരണ രീതി മനസ്സിലാക്കിയാൽ ഈ കരോണ്ടപ്പഴത്തെയും രുചിയൂറുന്ന ചെറിപ്പഴമാക്കി വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ പ്രിയപ്പെട്ട ഐസ്ക്രീം ചുവന്ന നിറത്തിലുള്ള ഒരു ചെറിയെങ്കിലും വെച്ച് അലങ്കരിച്ചാൽ അതിൻ്റെ ആകർഷണം ഒന്ന് വേറെ തന്നെയാണ്. അത്തരത്തിലുള്ള ചെറിപ്പഴം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കരോണ്ടാപ്പഴം തന്നെ സംസ്കരിച്ചുണ്ടാക്കാവുന്നതാണ്. സ്വതവേ പുളിരസമുള്ളതാണ് കായ്കളെങ്കിലും ചില ഇനങ്ങളിലെ കായ്കൾക്ക് നേരിയ കയ്പാണുള്ളത്. കരോണ്ടാപ്പഴത്തിൽ ധാരാളം ഇരുമ്പിൻ്റെ അംശവും വിറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം സംസ്കരിച്ച ചെറിപ്പഴത്തിൽ 2.3% മാംസ്യം, 67.1% അന്നജം, 9.6% കൊഴുപ്പ്, 160 മില്ലിഗ്രാം കാൽസ്യം, 50 മില്ലിഗ്രാം ഫോസ്ഫറസ്, 39 മില്ലിഗ്രാം ഇരുമ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ അനീമിയക്കെതിരെ ഫലപ്രദമാണ് ഈ പഴങ്ങൾ. പല ആയുർവേദ മരുന്നുകളിലും കരോണ്ടാപ്പഴം ഉപയോഗിച്ചു വരുന്നുണ്ട്. സാധാരണയായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കായ്കൾ പാകമാകുന്നത്. കരോണ്ടാപ്പഴത്തിന് മൂപ്പ് കൂടുന്തോറും പുറംതൊലി കട്ടി കൂടി വരുന്നതായിട്ട് കാണാം. സൂര്യപ്രകാശം കൂടുതൽ പതിക്കുന്ന ഭാഗത്ത് കടും ചുവപ്പ് നിറം ഉണ്ടാവുന്നതായും കാണാം. മൂപ്പ് കൂടുന്തോറും പുളിരസവും കൂടി വരാറുണ്ട്. 2 മുതൽ 2.5 മാസം വരെ പ്രായമുള്ള കായ്കളാണ് സംസ്കരണത്തിന് അനുയോജ്യം. പറിച്ചെടുത്ത കായ്കൾ കഴുകി വൃത്തിയാക്കി 1 മിനിറ്റ് സമയം തിളപ്പിച്ച വെള്ളത്തിൽ മുക്കിപ്പിടിക്കുക. കായ്കൾ പുറത്തെടുത്ത് മൂർച്ചയുള്ള സ്റ്റീൽ കത്തി ഉപയോഗിച്ച് ഒരു വശം മാത്രം നെടുകെ മുറിച്ച് അകത്തുള്ള വിത്ത് ശ്രദ്ധയോടെ നീക്കം ചെയ്യുക. കായ 2ആയി മുറിഞ്ഞ് വേർപെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്കരണത്തിൻ്റെ അടുത്ത പടിയായി 4% വീര്യമുള്ള ചുണ്ണാമ്പ് ലായനി തയ്യാറാക്കണം. ഇതിനായി 1 ലിറ്റർ വെള്ളത്തിൽ 40 ഗ്രാം നീറ്റിയ ചുണ്ണാമ്പ് ലയിപ്പിച്ചെടുക്കണം. 3-4 മണിക്കൂർ കായ്കൾ ഈ ലായനിയിൽ ഇട്ടുവെക്കണം. അതിനുശേഷം ശുദ്ധജലത്തിൽ കഴുകിയെടുക്കുക. ഇതുമൂലം പുറംതൊലി മൃദുവായി തീരാൻ സഹായിക്കും. അതിനുശേഷം കായ്കൾക്ക് ആകർഷകമായ നിറവും സ്വാദും നൽകേണ്ടതുണ്ട്. അതിനായി കായ്കൾ നിറം ചേർത്ത പഞ്ചസാര ലായനിയിൽ ഇട്ടുവെക്കണം. പഞ്ചസാര ലായനിയുടെ വീര്യം ക്രമേണ കൂട്ടിക്കൊണ്ടിരിക്കുക വഴി കായ്കളിൽ മധുരത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും വേണം. ഇതിനായി 350 ഗ്രാം പഞ്ചസാര 600 മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ച് 1 ലിറ്റർ ആക്കണം. ഇതിനെ നമുക്ക് 35% പഞ്ചസാര ലായനി എന്നും വിളിക്കാം. ഈ ലായനി പെട്ടെന്ന് പുളിച്ചു പോകാതിരിക്കാൻ ലിറ്ററിന് 1.5 ഗ്രാം എന്ന തോതിൽ പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് എന്ന സംരക്ഷക വസ്തുവും നിറം നൽകുന്നതിന് 100 മില്ലിഗ്രാം ഓറഞ്ച് റെഡ്, 400 മില്ലിഗ്രാം റാസ്ബെറി റെഡ് എന്നിവയും ചേർത്ത് കൊടുക്കണം. ഏകദേശം 1.25 കിലോഗ്രാം മുതൽ 1.5 കിലോഗ്രാം വരെ കായ്കൾ ഇട്ടുവെക്കാൻ ഈ 1 ലിറ്റർ പഞ്ചസാര ലായനി മതിയാകുന്നതാണ്. കായ്കൾ ഒരു ദിവസം മുഴുവനും ഈ ലായനിയിൽ ഇട്ടുവെക്കുക. 2-ാം ദിവസം ലായനിയുടെ വീര്യം 40% ഉയർത്തണം. ഇതിനായി കായ്കൾ ലായനിയിൽ നിന്നും മാറ്റിയ ശേഷം 150 ഗ്രാം പഞ്ചസാര കൂടി ചേർത്ത് ചെറുതായി ചൂടാക്കുക. ഇത്തരത്തിൽ ചെറു ചൂടുള്ള ലായനിയിലേക്ക് മാറ്റിവെച്ച കായ്കൾ വീണ്ടും ഇട്ടുവെക്കുക. പഞ്ചസാര ലായനിയുടെ വീര്യം കുറയുന്നതിനനുസരിച്ച് ദിവസേന ഇത് ആവർത്തിക്കേണ്ടതാണ്. ഇപ്രകാരം 1 കിലോഗ്രാം പഞ്ചസാര ഉപയോഗിച്ച് കഴിയുമ്പോൾ ലായനിയിൽ നിന്നും കായ്കൾ മാറ്റി അതിൽ 1 ഗ്രാം സിട്രിക് ആസിഡ് കൂടി ചേർത്ത് തിളപ്പിക്കുക. ചെറു ചൂടോടെ ഈ ലായനിയിൽ വീണ്ടും പഴങ്ങൾ ഇട്ടുവെക്കുക. പഞ്ചസാര ലായനിയുടെ വീര്യം 70% ആകുന്നതുവരെ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതാണ്. 70% വീര്യമുള്ള ലായനിയിൽ ഈ പഴങ്ങൾ വളരെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാം. ഇത്തരത്തിൽ 1 കിലോഗ്രാം പഴത്തിന് 1.25 കിലോഗ്രാം പഞ്ചസാര ആവശ്യമായി വരും. പഞ്ചസാര ലായനിയുടെ വീര്യം ഉയർത്താനുള്ള പ്രക്രിയ
കുറഞ്ഞ ഇടവേളകളിൽ ആവർത്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ സംസ്കരണം പൂർത്തീകരിക്കാൻ സഹായിക്കും. ഏകദേശം ഒരാഴ്ച പഴങ്ങൾ ലായനിയിൽ സൂക്ഷിക്കേണ്ടതാണ്. വേണ്ടത്ര നിറവും സ്വാദുമായി കഴിഞ്ഞാൽ പഴങ്ങൾ സിറപ്പിൽ നിന്നും മാറ്റി വൃത്തിയുള്ള സ്ഫടിക ഭരണികളിൽ സൂക്ഷിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാം. ബാക്കി വരുന്ന ലായനി വീണ്ടും വീണ്ടും സംസ്കരണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. സംസ്കരണത്തിന് ആവശ്യമായ ഓറഞ്ച് റെഡ്, സിട്രിക് ആസിഡ്, പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്, റാസ്ബെറി റെഡ് എന്നിവ ഇന്ന് ബേക്കറികളിൽ ലഭ്യമാണ്. അവരവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന ചെറിപ്പഴങ്ങൾ ഇത്തരത്തിൽ സംസ്കരിച്ച് ഉപയോഗിക്കുന്നത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് നല്ലതാണ് എന്ന് മാത്രമല്ല, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വിലയും ലഭിക്കുമെന്നതിനാൽ നല്ല ഒരു വരുമാന മാർഗം കൂടിയാണിത്. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വീട്ടിൽ ചെറിപ്പഴം സംസ്കരിച്ചെടുക്കുന്ന രീതിയെക്കുറിച്ചാണ്. സംസാരിച്ചത് വെള്ളാനിക്കര കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഫ്രൂട്ട്സ് ക്രോപ്സ് റിസർച്ച് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി CP സഫീറ.